Hello everyone, welcome back to Caroline Mumbai YouTube channel. First of all, wishing everyone a very happy Onam. And as a part of our Onam special, today we bring you glimpses from the Hiranandani Keralite Association Onam celebration, one of Mumbai's prominent Malayali associations. Hiranandani Keralite Association celebrated Onam with their families, friends, bringing together culture, tradition, and community spirit. So let's take a look at some beautiful moments from the celebration. Onam is not just a festival, it's an emotion that brings every Malayali a little closer to home. This Onam, Hiranandani Keralite Association, Pavai, celebrated the festival with the same spirit of joy, togetherness, and Kerala pride. The celebration began at Prasad Food Divine Banquet Hall at IIT Mumbai, Pavai. The program officially began with the traditional lighting of the lamp by the association's committee members. There were songs, dances, and wonderful performances by the members, Ladies Wing and Youth Wing. The Onam is our annual get-together for HK. It is more of a family occasion where all of us get together. For a short time, we go to our native land with the Pukulam, the Gaikotikali, the songs, and of course complete with the Sandhi. Now let's hear a few words from the members of the Hiranandani Keralite Association. Hiranandani Keralite Association's പ്രസിഡന്റ് ആണ് ഞാൻ. എൻ്റെ പേര് തോമസ് ഓലിക്കൽ. നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷനിലെ നമ്മുടെ ഈ കോംപ്ലക്സിലുള്ള മുഴുവൻ മലയാളികളെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടികളാണ് നമ്മളിന്ന് ഇവിടെ നടത്തുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മൾ എല്ലാവരും കേരളത്തിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മൾ പഴയ കാലത്ത് ഓലയിൽ എഴുതി പഠിച്ച ആ യുഗത്തിൽ നിന്ന് ഏറ്റവും ആധുനിക യുഗത്തിലുള്ള യുഗത്തും വരെയുള്ള ആ ആളുകളെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സമൂഹത്തിന് നമ്മുടെ കൾച്ചറും അതുപോലെ സംസ്കാരവും എല്ലാം പകർന്ന് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഹിരാനന്ദനിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ നിന്ന് വന്നാൽ എല്ലാ ആ സ്നേഹബന്ധങ്ങളും ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്കാരം പുതിയ ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാനും ആ സംസ്കാരം വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു ഇതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ ഓണാഘോഷ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തുനിന്ന് വന്ന ആളുകളാണ് നമ്മളിവിടെ. ഹിരാനന്ദാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പട്ടണങ്ങളിലൊന്നാണ് ഹിരാനന്ദാനി. ഇവിടെയൊക്കെ താമസിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ആളുകൾക്ക് കിട്ടുക എന്നുള്ളത് തന്നെ മലയാളികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹബന്ധങ്ങളും ഈ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓണാഘോഷ പരിപാടികൾ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. ആ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കും. There were beautiful musical performances, energetic dance, and several artistic presentations that kept the audience entertained throughout the program.
All ready? To rock today? Yeah? Okay. എൻ്റെ പേര് A.N. ഷാജി. ഞാൻ ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഈ ഓണാഘോഷം ഇന്നിപ്പോൾ 19ാമത് ഓണാഘോഷമാണ് ആഘോഷിച്ചു വരുന്നത്. ഈ ആഘോഷവേളയിൽ ഞങ്ങളുടെ വനിതാ വിങ്ങും ഞങ്ങളുടെ കുട്ടികളും ചേർന്ന് ഒരുക്കിയ കലാപരിപാടികളാണ് ഇന്ന് ചെയ്തു വരുന്നത്. അതോടൊപ്പം മനോഹരമായ ഒരു ഓണസദ്യയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഓണത്തിന് മുമ്പുള്ള സൺഡേയിലാണ് ഈ പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നത്. ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തു വരാൻ തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം 19 വർഷമായി. ഇവിടെ ഉള്ള മലയാളികളൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അറിയില്ലായിരുന്നു. ഈ ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ ഫോം ചെയ്തതിന് ശേഷമാണ് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഇവിടെ നല്ല കൂട്ടായ്മയും എല്ലാ മാസവും മലയാളികൾ ഇവിടെ ഒത്തുചേരുകയും ഇതിൻ്റെ കമ്മിറ്റി മീറ്റിങ്ങും മറ്റുള്ള കൾച്ചർ ആക്ടിവിറ്റീസും ഒക്കെ നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ തോമസ് ഒലിക്കലാണ്. ചെയർമാൻ PJ പോൾ, ട്രഷററാണ് മിസ്റ്റർ മാത്യു മാമൻ. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മളിവിടെ ഇലക്ഷൻ നടത്താറുണ്ട്. ഇലക്ഷനിൽ പുതിയ പുതിയ ഭാരവാഹികൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ കൾച്ചർ പ്രോഗ്രാമൊക്കെ നടത്തുന്നത് കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം തന്നെയാണെങ്കിലും ഈ കോംപ്ലക്സിന് വെളിയിലുള്ള കുറേയേറെ കുട്ടികൾക്ക് നമ്മൾ മെറിറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ സഹായമായിട്ട്. അങ്ങനെ പല രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. താങ്ക് യു. ആദ്യമായി എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, എല്ലാ ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ആൾക്കാർക്കും, നാട്ടിലെ മലയാളികൾക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കുടുംബം ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് 2026. ഏറ്റവും ഭംഗിയായി, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഒത്തൊരുമയോടുകൂടി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. താമസിയാതെ എല്ലാ ആക്ടിവിറ്റികളും തുടങ്ങുന്നതുമാണ്. നല്ല 1ാം ക്ലാസ് ഓണസദ്യയും അതോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവർക്കും വളരെ വളരെ നന്ദി. അതോടൊപ്പം വിഷ് യു ഓൾ ഹാപ്പി ഓണം. പ്രത്യേകിച്ചും കേരളയിൽ മുംബൈയിലെ എല്ലാവർക്കും. Margari Masatin
വന്ദിച്ചു കുമ്മിയടിച്ചിടണം നാം ഇന്നു ജയമംഗളം നിത്യ ശുഭമംഗളം ജയമംഗളം നിത്യ ശുഭമംഗളം മംഗളം And do what you do, and you guys make HK so proud, so proud. श्री महाभद्रकाली नारी प्रेमी भावम श्री महाभद्रकाली वंदनयु मार्गങ്ങൾ എൻ്റെ പേര് ഡോക്ടർ PJ അപ്രേൻ. ഞാൻ ഹിരനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റാണ്. 14 വർഷം ഞാൻ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പുതിയ ഭാരവാഹികൾ വന്നു. അങ്ങനെ വളരെ മനോഹരമായി ഈ ഓണം ആഘോഷത്തിന് എല്ലാവിധ മംഗളങ്ങളും ഞാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ നമ്മളുടേതായ സ്വയം ഇവിടുത്തെ നമ്മുടെ തന്നെ കലാപരിപാടികളാണ്. ഇവിടുത്തെ ലേഡീസും യൂത്തും ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്ന കലാപരിപാടികളോടുകൂടി ഓണവും അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും ഒക്കെ നൽകി ഇന്ന് ആദരിക്കുന്നതുമായിരിക്കും. എൻ്റെ പേര് മാത്യു മാമൻ. ഞാൻ ഈ അസോസിയേഷൻ്റെ ട്രഷററായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഓണത്തിൻ്റെ തലയാഴ്ച ആയിരിക്കും മിക്കവാറും ഓണം ഞങ്ങൾ കൊണ്ടാടുന്നത്. ഞങ്ങളുടെ ഇവിടെ ഹിരാന്താനി മുഴുവൻ കോംപ്ലക്സിലുള്ള എല്ലാ മലയാളികളെയും പുറത്തുള്ള പലരെയും ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സന്തോഷകരമായിട്ട് ഓണം ഞങ്ങൾ കൊണ്ടാടുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ലേഡീസ് വിങ്ങിലെ ഒരു മെമ്പറാണ്. എല്ലാ വർഷവും ഓണം ഇതുപോലെ ഓണത്തിന് മുമ്പേ ഉള്ള സൺഡേയാണ് ഇവിടെ ഓണം ആഘോഷിക്കാറുള്ളത്. 19 വർഷമായിട്ട് ഓണം ആഘോഷിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബത്തോടെ നിന്ന് എല്ലാ രീതിയിലും പൂക്കളം, കൈകൊട്ടിക്കളി, യൂത്ത് വിങ്ങിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമും എല്ലാം ഇതോടൊപ്പം നടത്തുന്നു. കൊച്ചുകുട്ടി ആബാലവൃത്തം സന്തോഷമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേരുന്നു. The celebration also included the felicitation of young achievers for their academic accomplishments. എൻ്റെ പേര് പോൾ. ഞാൻ ഹിരാന്താനി കേരളൈറ്റ് അസോസിയേഷൻ്റെ ചെയർമാനാണ്. ഹാപ്പി ഓണം. എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ആക്ച്വൽ ഓണത്തിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഈ മാസം അവസാനം വരെ ഈ ആഘോഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇനി ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വിരുന്നുകാരുടെയോ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ വീട്ടിലൊക്കെ ചെന്ന് ഇതുപോലെ തന്നെ ഈ ആഘോഷം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇത് തുടക്കം മാത്രമാണ്. ഈ വർഷത്തിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഞങ്ങൾ ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച് പാവപ്പെട്ട കുറച്ചേറെ പറ്റുന്ന അത്രയും
കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യും. ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണിത്. ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും ഒരിക്കൽ കൂടി. ഇന്ന് നമ്മൾ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ വീണ്ടും ഓണം ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ഓണം ഒത്തുചേരൽ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ കുടുംബ അംഗങ്ങൾ, സ്നേഹിതർ എല്ലാവരും ഒരുമിച്ച് വരുന്നു. ആ ഒരു ദിവസം നമ്മുടെ ബാക്കി എല്ലാ ജോലികളും മാറ്റിവെച്ച് കൂട്ടുകൂടി ആർത്തുല്ലസിച്ച് ഓണം വളരെ സന്തോഷമായിട്ട് നമ്മൾ ചെലവഴിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നല്ല ഗംഭീര കലാപരിപാടികളാണ്. വെളിയിൽ നിന്നാരുമില്ല, നമ്മുടെ തന്നെ ഹിരാനന്ദാനി കേരളൈറ്റ് അസോസിയേഷൻ്റെ അംഗങ്ങൾ തന്നെ നടത്തുന്ന, പ്രത്യേകിച്ച് കുട്ടികൾ നടത്തുന്ന കലാപരിപാടികളാണ്. പാട്ടുണ്ട്, ഡാൻസുണ്ട്, അതിനുശേഷം നല്ല അടിപൊളി സദ്യയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റി. കാരണം ഞാനും ഈ ഹിരാനന്ദാനി കേരള അസോസിയേഷൻ്റെ ഒരു അംഗമാണ്. എല്ലാ കൂട്ടുകാരെയും കാണാൻ പറ്റി. പല ആളുകളും വെളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമസ്കാരം, എൻ്റെ പേര് PT സുരേഷ് എന്നാണ്. ഞാൻ അധികകാലമായിട്ടില്ല ഹിരാനന്ദാനി ഗോവയിൽ വന്നിട്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എപ്പോഴും നാടിൻ്റെ ആ ഫ്ലേവറും ഓർമ്മകളും എന്നും ഉണ്ടാവും. ഞാൻ താമസിച്ചിരുന്ന അധികവും സൗത്ത് ബോംബെയിലായിരുന്നു. ഇവിടുത്തെ ഇന്നത്തെ ഓണാഘോഷം അതിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ മാതിരി ഭാവിയിൽ ഇവിടെ വന്നിട്ടാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നാട്ടിലേക്കാട്ടും ഉഷാറായിട്ട് നടക്കുന്നതാണ്. അത് എല്ലാവർക്കും ഓണാശംസകൾ നേരിക്കൊണ്ട് നമസ്കാരം. So that was Hiranandani Keralite Association's Onam celebration. And if any other associations conduct such events, get in touch with us on the number given below in the description. We would be happy to feature it on our YouTube channel. Thank you.